ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 10, ഒന്നാമത്തെ വായനാഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം യഹൂദായിൽ ആഹാസ് രാജാവായി വാഴുന്നത് വായിച്ചാണ് നമ്മൾ അവസാനിച്ചത്. ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ ഈ ആഹാസ് രാജാവിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആഹാസ് രാജാവ് യോഥാമിൻ്റെ മകനാണ്. യോഥാമിന് ശേഷമാണ് ആഹാസ് രാജാവായി വാണത്. 20 വയസ്സുള്ളപ്പോഴാണ് രാജാവായി വാഴുന്നത്. എന്നാൽ യെരുശലേമിൽ 16 സംവത്സരം രാജാവായി വാഴുകയും ചെയ്തു. ഈ രാജാവ് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാത്തൊരു രാജാവാണ്. ദാവീദ് ചെയ്തതുപോലെ ഒന്നും ദൈവത്തിന് പ്രസാദമായി ചെയ്യാതെയും ഒക്കെ ചെയ്ത ഒരു രാജാവാണ്. മാത്രമല്ല, തൻ്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. ജാതികളുടെ സകല മ്ലേച്ഛതകൾക്കൊത്തവണ്ണം ജീവിച്ചു. പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിന് കീഴൊക്കെയും ബലി കഴിച്ചു, ധൂപം കാട്ടി, അങ്ങനെയൊക്കെയും ചെയ്തു പോന്നു. അത് മുമ്പുള്ള രാജാക്കന്മാർ ചെയ്തതിനേക്കാളും മോശമായി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ആ സമയത്ത് അരാം രാജാവ് രസീനും ഇസ്രായേൽ രാജാവ് രമല്യാവിൻ്റെ മകൻ പേക്കഹും രണ്ടുപേരും ഈ യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വന്നു. പക്ഷെ അവർക്ക് ആഹാസിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. അന്ന് കുറച്ച് നഷ്ടമൊക്കെ ഈ യഹൂദയ്ക്ക് വരികയും ചെയ്തു. ആഹാസ് അന്ന് ചെയ്തത് അശൂർ രാജാവായ തിഗ്ലത്-പിലേസറിനോട് ചെന്ന് ദൂതന്മാരെ അയച്ചിട്ട് തൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചു. സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൊടുക്കണമല്ലോ, എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. അങ്ങനെ യഹോവയുടെ ആലയത്തിൽ രാജധാനിയിലും ഉള്ള വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. രാജാവ് അവൻ്റെ അപേക്ഷ കേട്ടിട്ട് ദമ്മേശേക്കിലേക്ക് ചെന്ന് അവരെ തോൽപ്പിച്ച് അവരെ ബദ്ധരായി പിടിച്ചുകൊണ്ടുപോയി. ആ രസീൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നുകളയുകയും ചെയ്തു. ഈ ആഹാസ് രാജാവ് അശൂർ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്ത് ചെന്നു. അപ്പം അവിടെ ഒരു ബലിപീഠം കണ്ടു, അവരുടെ രീതിയിലുള്ളൊരു ബലിപീഠവും പ്രതിമയൊക്കെ കണ്ടു. അപ്പം അതിൻ്റെ മാതൃകയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, ഇന്നത്തെ കാലത്താണ് നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് വരാം, പക്ഷെ അന്നത്തെ മാതൃക വരച്ചൊക്കെ എടുത്തുകൊണ്ട് വരാനൊക്കെ ഉള്ളായിരിക്കും. ആ മാതൃക കൊണ്ടുവന്ന് ഇവിടെ ഊരിയ പുരോഹിതന് കൊടുത്തിട്ട് അതുപോലൊരു യാഗപീഠം പണിയിച്ചു യെരുശലേമിൽ. യെരുശലേമിൽ അതിനു മുമ്പ് താമ്രക്കടൽ പീഠം ഒക്കെ ഇവിടെ ഉണ്ട്. അതിനെയൊക്കെ നീ അവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്കാക്കി ഈ യാഗപീഠത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. അതിൽ ഭോജനയാഗം കഴിച്ചു, പാനീയയാഗം പകർന്നു, എല്ലാം അതിലൊക്കെ രക്തമൊക്കെ അതിന്മേൽ തളിച്ചു. യഹോവയുടെ സന്നിധിയിലെ താമ്രപീഠം പിന്നെ ആലയത്തിൻ്റെ മുൻവശത്ത് നിന്ന് തൻ്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യയിൽ നിന്ന് നീക്കി തൻ്റെ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് കൊണ്ടുപോയിച്ചു. രാജാവ് കൽപ്പിക്കുന്നുണ്ട് ഊരിയ പുരോഹിതന് വേറൊന്നും ചെയ്യാനും കഴിയില്ല. ഊരിയ പുരോഹിതൻ അത് പ്രകാരം തന്നെ ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് കൽപ്പിച്ചത്, നീ മഹായാഗപീഠത്തിന്മേൽ, അപ്പം ഇത് പീഠമായി, മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഭോജനയാകവും വൈകുന്നേരത്തെ ഭോജനയാകവും രാജാവിൻ്റെ ഹോമയാകവും ഭോജനയാകവും ദേശത്തിലെ സകല ജനത്തിൻ്റെ ഹോമയാകവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയ യാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും വേണം. താമ്രപീഠത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചോളാം. ഈ രാജാവ് കൽപ്പിച്ചതുപോലെ ഊരിയ പുരോഹിതൻ ചെയ്തു. അവിടെ പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്രക്കടലിനെയും അതിൻ്റെ കീഴിൽ നിന്ന് കാലപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വെച്ചു. ആലയത്തിങ്കിൽ ഉണ്ടാക്കിയിരുന്ന ശബത്ത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഇത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഏത് യഹൂദ രാജാക്കന്മാർ, തെറ്റായി നടന്ന യഹൂദ രാജാക്കന്മാരുണ്ട്, അവരൊന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അവർ വേറെ
കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന സംഗതികളെ ഒരു രണ്ടാം തരം എന്ന രീതിയിൽ മാറ്റി സ്ഥാപിക്കുകയോ എടുത്തു കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആഹാസ് അത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ ഇതിൻ്റെ റിസൾട്ട് ചിലപ്പം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഹിസ്കിയാവ് എന്ന് പറഞ്ഞ ഒരു രാജാവ് അദ്ദേഹത്തിന് പകരം രാജാവായി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹിസ്കിയാവ് രാജാവായി. ഹിസ്കിയാവ് ഒരു നല്ല രാജാവായിട്ട് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ ഹിസ്കിയാവ് എന്ന രാജാവായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ പൂർണ്ണമായും ഈ ആഹാസ് രാജാവിനെ കുറിച്ചുള്ള ആഹാസ് രാജാവ് രാജാവായതും ആഹാസ് രാജാവ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 6-ാം അധ്യായം. ഇവിടെ എസ്കേൽ പ്രവാചകനോട് ഇസ്രായേൽ ജനത്തിനോട് സംസാരിക്കാൻ തന്നെയാണ് പറയുന്നത് ഇങ്ങനെയാണ്. ഇവരിപ്പോൾ ആയിരിക്കുന്നത് പ്രവാസത്തിലാണല്ലോ, കൽദേരുടെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയണമെന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ ഇസ്രായേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ. ഇസ്രായേൽ പർവ്വതങ്ങളെന്ന് പറയുമ്പം പർവ്വതങ്ങൾക്ക് മുഖം തിരിഞ്ഞ് പറയുക എന്ന അർത്ഥത്തിൽ നമുക്ക് എടുത്താലും അത് യഥാർത്ഥത്തിൽ പർവ്വതങ്ങളോടല്ല സംസാരിക്കുന്നത്, അവിടുത്തെ ഉന്നതന്മാരായ അല്ലെങ്കിൽ അധികാരി വർഗത്തോട് ഒക്കെ തന്നെയാണ് അത് സംസാരിക്കുന്നത്. യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ. മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് അധികാരസ്ഥാനങ്ങൾ മാത്രമല്ല സകല ജനത്തോടും ആണ് അത് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും. അപ്പം മലയ്ക്ക് വാൾ വരുത്തിയിട്ടോ കുന്നിന് വാൾ വരുത്തിയിട്ടോ നീരൊഴുക്കിന് വാൾ വരുത്തിയിട്ടോ താഴ്വരയ്ക്ക് വാൾ വരുത്തിയിട്ടോ യാതൊരു കാര്യമില്ല. ഉയർന്നവരും താഴ്വരുമായ സകല ജനത്തോടും തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും. ഇതൊന്നും ദൈവത്തിൻ്റെ പൂജാഗിരികളും ബലിപീഠങ്ങളും അല്ല. ഇത് അന്യജാതിക്കാരുടെ അന്യ ദൈവങ്ങളുടെ ബലിപീഠങ്ങളും പൂജാഗിരികളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ ദൈവത്തിനില്ല. സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും. വിഗ്രഹവും ദൈവത്തിൻ്റെ ആലയത്തിൽ വിഗ്രഹമില്ല. ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും. ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇഴിഞ്ഞ് ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോവുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോവുകയും ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും. നിഹതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും. അപ്പം അന്ന് വെച്ച ശേഷിപ്പാണ് ഇന്നും നമ്മൾ ഇസ്രായേൽ എന്ന രാജ്യമായി നമ്മൾ കാണുന്നത്. അത് ദൈവം ഒരിക്കലും ഇസ്രായേലിൻ്റെ തെറ്റുകൾ ഏറ്റവും കഠിനമായിരിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ഒക്കെ ദൈവം ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ജനത്തെ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, ദാവീദിനോട് ചെയ്ത വാഗ്ദത്തം ഇതൊക്കെ പ്രകാരം ഈ ജനത്തിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും വെച്ചിട്ടുണ്ട്. ആ ശേഷിപ്പ് ഇന്നും നിലനിൽക്കുന്നു. 2000 വർഷം ആ രാജ്യമില്ലായിരുന്നു. എന്നാൽ 2000 വർഷമൊക്കെ ഇല്ലാതിരുന്ന രാജ്യം ഒരിക്കലും വീണ്ടും സ്ഥിരപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത് സാധിക്കുന്നതല്ല. അത് നശിച്ചു പോകുക തന്നെ ചെയ്യും. എന്നാൽ ആ രാജ്യത്തെ വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും സ്ഥാപിക്കാൻ തക്കവണ്ണം ദൈവം അവർക്ക് അനുകൂലമായി നിന്ന് അവരെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നത്. അപ്പം ദൈവം ഈ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ ജനത്തിന് ഒരു ശേഷിപ്പ് വെച്ചിരിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ശേഷിപ്പിനെ സംബന്ധിച്ചും അവിടെ ബാക്കി പിന്നീട് പറയുന്നത്, ഈ അനർത്ഥം ഞാൻ വരുത്തുമെന്ന് വെറുതെ അല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ദോഷകരമായ സകല മ്ലേച്ഛതകൾ നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാലുകൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടമെന്ന് പറയുക. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും. ദൂരത്തുള്ളവർ മഹാമാരി കൊണ്ട് മരിക്കും, സമീപത്തുള്ളവർ വാൾ കൊണ്ട് മരിക്കും, ശേഷിച്ചിരിക്കുന്നവർ രക്ഷപ്പെട്ടും ക്ഷാമം കൊണ്ട് മരിക്കും. ഇത് വിവിധ ശിക്ഷാവിധികളാണ്. ഈ ശിക്ഷാവിധികൾ, ക്ഷാമം ഒരു ശിക്ഷാവിധിയാണ്, യുദ്ധം ഒരു ശിക്ഷാവിധിയാണ്, അതുപോലെ വ്യാധി രോഗം ഒരു ശിക്ഷാവിധിയാണ്. ഈ ശിക്ഷാവിധികൾ പറയുന്ന 4 ശിക്ഷാവിധികൾ എന്നാണ്.
ഇവിടെ 3 ശിക്ഷാവിധികളെ കുറിച്ച് പറയുന്നുള്ളൂ. അങ്ങനെ ശിക്ഷാവിധികളൊക്കെ ഇസ്രായേലിൻ്റെ മേൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ കാണുന്ന ഇതാണ്: സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ റിബ്ല മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഇതാണ് ആ അധ്യായത്തിൻ്റെ ഏറ്റവും സാരമായ ഒരു കാര്യം. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നിങ്ങൾ എന്നെ മറക്കാതെ എന്നെ അറിയുന്നൊരു കാലം വരും. ഇന്നും അവർ യഹോവ ദൈവത്തെ അറിയുന്നൊരു കാലമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം അവർ യേശുക്രിസ്തുവിനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ആ പുത്രനിലൂടെയാണ് സകല ലോക ജനത്തിനും ശാശ്വതമായ രക്ഷ വരുന്നത് എന്നുള്ള സത്യം അവരിന്നും ഗ്രഹിച്ചിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. യേശുക്രിസ്തുവിനെ കൊന്നതിൽ ഉള്ള തെറ്റ് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ അതോടെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. ഇന്ന് അവർ യഹോവ ദൈവത്തിനെ തന്നെ ആരാധിക്കുന്നത്, ആ ദൈവത്തെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിലൊക്കെ ശരിയാണ്. പക്ഷേ ദൈവം വെച്ച ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞ പുതിയ നിയമത്തിൻ്റെ ആ ഒരു വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് ഇസ്രായേൽ ജനം ഇതുവരെയും വന്നിട്ടില്ല. അവിടെ ചില ആൾക്കാരൊക്കെ യേശുവിനെ അറിയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവരൊക്കെ ത്രിയേക ദൈവത്തിൻ്റെ പുറകെ പോകുന്നവരും ഒക്കെ ഉണ്ട്. വളരെ ചുരുക്കം ജനം ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷേ ഈ ത്രിയേക ദൈവത്തിൻ്റെ വിശ്വാസത്തിലുള്ള ചില പ്രസംഗങ്ങളൊക്കെ ഈ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലുകാരുടെ കേട്ടിട്ടുണ്ട്. അത്തരം വിശ്വാസം അവരിൽ ചിലർക്ക് ഉണ്ടെന്നറിയാം. പക്ഷേ ഈ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഇന്ന് ഏകസത്യ ദൈവത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ആ പുത്രനിലൂടെയാണ് സർവ്വഭൂമിക്ക് രക്ഷയും വച്ചിരിക്കുന്നുള്ള സത്യമായ സുവിശേഷം അവരിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരും കാണും, ചുരുക്കമായിട്ട് ആരെങ്കിലും കാണുമായിരിക്കാം. എന്നാലും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ അവർ ഒരു രാജ്യമായി, ഒരു ജനസമൂഹമായി, യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ഒരു പൂർണ്ണമായ അവസ്ഥയിൽ അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാ ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം. അതിൽ ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള പ്രവചനവും നമ്മൾ കേട്ടു. ആ കാലത്ത് ഇപ്പോൾ ഔഗസ്തോസ് സീസറുടെ കാലഘട്ടമാണ് ഇത്. അവിടെ അത് എഴുതിയിട്ടുണ്ട്. ഔഗസ്തോസ് സീസറുടെ കാലത്ത് ലോകമെല്ലാം പേർവഴി ചാർത്തണം. ഇത് സെൻസസ് ആണ് ഈ പേർവഴി ചാർത്തുക എന്ന് പറയുന്നത്. അത് ചാർത്തലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങി വരണം. സ്വന്തം പട്ടണത്തിലേക്ക് അവരുടെ രജിസ്റ്ററൊക്കെ അവിടെയാണുള്ളത്. അവിടെ തിരികെ വന്ന് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ജോലിക്കോ മറ്റു കാര്യങ്ങൾക്ക് പോയിരിക്കുകയാണെങ്കിൽ തിരികെ പോകാം. അപ്പം അങ്ങനെ അവർ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സൂര്യനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ട്. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനും അവരവരുടെ പട്ടണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ യോസഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടി ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ട് യഹൂദിയയിലെ ബെത്ലഹേമിലാണ് അവരുടെ പട്ടണം. അവരിപ്പോൾ താമസിക്കുന്നത് ഗലീലയിലാണെങ്കിലും ഗലീല വേറൊരു രാജ്യമാണ്. യഹൂദ ഉൾപ്പെടുന്ന സ്ഥലം, യഹൂദയിലെ എന്ന രാജ്യമാണ് ബെത്ലഹേം ഉൾപ്പെടുന്ന സ്ഥലം. അപ്പോൾ ബെത്ലഹേമിൽ പോയി അത് ചെയ്യണം. അതങ്ങനെ അവിടേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് പ്രസവകാലം തികയുകയും അവൾ ആദ്യജാതനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് വായിക്കും. ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും വായിക്കുന്നുണ്ട്. അപ്പം അന്ന് അവിടെ ആട്ടിടയന്മാരൊക്കെ വെളിപ്രദേശത്ത് ദൂരെ എവിടെയോ ആയിരുന്നു. അവർ കേൾക്കുകയാണ് ഒരു തേജസ്സൊക്കെ ചുറ്റുകയും മിന്നലിൻ്റെ വെളിച്ചമൊക്കെയും കാണുമ്പോൾ. അപ്പോൾ ദൂതൻ വന്ന് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളം, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ തുടർന്ന് ഒരു ഗാനം കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് പൊതുവെ ഒരുപാട് കേൾക്കുന്ന ഗാനമാണ്. പക്ഷേ ഇത് അന്ന് ദൂതന്മാർ ഈ ആട്ടിടയന്മാർക്കുമൊക്കെ കേൾപ്പിച്ചു കൊടുത്ത ഗാനമാണ്. ദൂതന്മാർ അവർ വിട്ടുപോയ ശേഷം നമുക്ക് ബെത്ലഹേം അവിടെ പോയി അതൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അവർ ബെത്ലഹേം പോയി മറിയയും യോസഫിനെയും
യേശു ക്രിസ്തുവിനെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവായ യേശുവിനെയും കണ്ടു. കണ്ട ശേഷം പൈതലിനെക്കുറിച്ച് തങ്ങളോട് ദൂതന്മാർ അറിയിച്ച വാക്കൊക്കെ അവിടെ പറഞ്ഞു. പക്ഷേ ഈ മറിയ ഈ വാർത്ത കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറിയയാണ് കേട്ടത്, മറിയോടാണ് സംസാരിച്ചത്. അന്നു മുതൽ ഈ പൈതലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പൈതൽ ജനിക്കുന്നതിന് മുമ്പ് ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഈ പൈതലിനെ കുറിച്ച്, അതുകൊണ്ടാണ് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് അതെല്ലാം ദൈവത്തിനെ മഹത്വപ്പെടുത്തി എല്ലാം അവർ മടങ്ങിപ്പോയി. ഇത് ഇനി പറയുന്നൊരു കാര്യം, പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവർ മുമ്പ് ദൂതൻ പറഞ്ഞതുപോലെ യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെയൊക്കെ ശുദ്ധീകരണ കാലത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തികഞ്ഞപ്പോൾ ശുദ്ധീകരണ കാലം, അപ്പം പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടെ മോശയിലൂടെ ദൈവം കൽപ്പിച്ചതുപോലെ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം, അവനെ കർത്താവിന് അർപ്പിക്കാനും ഒരു കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവരവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് ശിമിയോൻ എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഇതിലായി പറഞ്ഞൊരു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അരുളപ്പാടുണ്ടായിരുന്നത് അത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ശിമിയോൻ എന്ന മനുഷ്യന് അവൻ ആത്മനിയോഗത്തിൽ ദേവാലയത്തിൽ യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൽ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പാർ അവനെ അകത്ത് ചെന്നപ്പോൾ അവനെ കയ്യിലെടുത്തു. യേശുവിനെ കയ്യിലെടുത്തിട്ട്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇത് പറയുമ്പോഴും മറിയ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് പറയുന്നുള്ളത്. എന്നിട്ട് ഇതും മറിയ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ശിമിയോൻ വന്ന് അവരെ അനുഗ്രഹിച്ച് അമ്മയോട് പറഞ്ഞു, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി. അപ്പം മറിയയോടാണ് പറയുന്നത്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദേവാലയത്തിൻ്റെ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ കാലം കുറയുന്നതിന് മുമ്പ് തന്നെ 7 വർഷം മാത്രമേ ഭർത്താവിനോട് ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് 84 വയസ്സുണ്ട്. അത്രയും കാലം വിധവയായി ജീവിച്ച് ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നൊരു സ്ത്രീയാണ്. ആ പ്രായമുള്ള സ്ത്രീയും വന്ന് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും ഈ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെ എന്നതിന് ശേഷം അവർക്ക്, അപ്പോൾ ഈ സ്ത്രീയും ഈ ഹന്ന എന്ന ഈ പ്രവാചകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ വന്ന് പറയുന്നുണ്ട്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. പിന്നെ കാണുന്നത് ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകുന്നൊരു പതിവ് അവർക്കുണ്ട്. അങ്ങനെ വരണമല്ലോ. പെസഹ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പുരുഷന്മാർ എല്ലാവരും യെരൂശലേമിൽ വരേണ്ട 3 ഉത്സവങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് പെസഹയുടെ പെരുന്നാൾ. അപ്പം അങ്ങനെ വരണേ ഒക്കെയുള്ളൂ. അങ്ങനെ അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാൾ യെരൂശലേമിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തു 12 വയസ്സുണ്ട്. 12 വയസ്സുള്ള യേശുവും പതിവ് പോലെ പെരുന്നാളിന് പോയി. അപ്പം 12 വയസ്സായപ്പോൾ അതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെയും യേശു പോയിരുന്നു. 12 വയസ്സ്. ഇന്നിപ്പോൾ ഈ നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് 12 വയസ്സുണ്ട്. ബാലനെ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരെ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് അവരെല്ലാം ഒരുമിച്ച് തിരികെ പോയി. ഒരു 3 വഴി ചെന്നപ്പോഴാണ് 3 നാൾ വഴി ചെന്നപ്പോഴാണ് യേശു കൂടെ ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കും. പിന്നെ തിരിച്ച് വന്ന് ദേവാലയത്തിൽ വന്ന് അന്വേഷിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നു. വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടോ, ദേവാലയത്തിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിലിരുന്ന് ഒരു ഉപദേഷ്ടാക്കന്മാർ നടുവിലിരിക്കുന്നു. അവരുടെ ഉപദേശം കേൾക്കുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. യേശുവിൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം യേശുവിൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട് ചോദിച്ചു, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചിരിക്കൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടിയാണ്, എന്നെ തിരഞ്ഞത് എന്തിനാണ്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ?
അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനുള്ളതിലാണ് ഇരിക്കുന്നത്. ആരാണ് പിതാവ്? സർവശക്തനായ ദൈവമാണ് യേശുക്രിസ്തുവിൻ്റെ പിതാവ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കുകയല്ലേ ഇവിടെ, അതിലേ ഞാൻ ചെയ്യുന്നത്, ഞാൻ അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസറേത്തിൽ വന്ന്, നസറേത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗലീല സ്ഥലത്താണ്, അവിടെ വന്ന് അവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ അമ്മ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവിൻ്റെ അമ്മയുടെ മറിയയെ സംബന്ധിച്ചിടത്തോളം ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞ കാര്യമാണ് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് തന്നെ യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്, മറ്റ് ആരോടും പറയാതെ. ഇതെന്താണെന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും അതിൻ്റെ ആ നിവൃത്തീകരണത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഹന്നാ പ്രവാചകി പറഞ്ഞതൊക്കെ എല്ലാം അത് മനസ്സിൽ വെച്ച് മറിയ മുന്നോട്ട് പോകണം. യേശുവാണെങ്കിലോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നാണ്. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ യോഗ്യതയില്ലാത്തവനോ മനുഷ്യൻ്റെ മുമ്പിൽ ബഹുമാനമില്ലാതെയല്ല, ദൈവത്തിൻ്റെ മുമ്പിലും പ്രസാദമില്ലാത്തവനല്ല, രണ്ട് കൂട്ടരുടെ ഇടയിൽ ദൈവത്തിനും പ്രസാദകരമായി ജീവിച്ചു, മനുഷ്യർക്കും പ്രസാദകരമായി ജീവിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നിർത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഒരു ഉപദേശം എന്നാണോ, അല്ലെങ്കിൽ പാഠമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള മാതൃകയോ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും അവർ പ്രസാദകരമായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്കും യേശുക്രിസ്തുവിൻ്റെ മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക. അത് നമുക്ക് ഇന്ന് ഇതിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും ഇടയായി. അത് നമുക്ക് പാലിക്കാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വചനഭാഗങ്ങളിലൂടെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. നന്ദി.